നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. സഹകരണ അംഗ സമാശ്വാസ നിധി 6ാം ഘട്ട ധനസഹായം വിതരണം ചെയ്തു. 405 ഗുണഭോക്താക്കൾക്ക് 91 ലക്ഷം രൂപ നൽകി. സഹകരണ മേഖലയിൽ വൻ പുരോഗതിയെന്ന് മന്ത്രി VN വാസവൻ. പോഷക സമൃദ്ധി മിഷന്റെ കാർഷികോത്സവം ഇളംകുളത്ത്. കാർഷിക പ്രദർശനം ശ്രദ്ധ നേടി. മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് ലാഭവിഹിതമില്ലാത്ത അവസ്ഥയെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. വേനൽ മഴയിൽ കോട്ടയത്ത് കനത്ത നാശനഷ്ടം. 11 വീടുകൾക്ക് നാശം. ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തി. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന ദിവസങ്ങളിലേക്ക്. പൂരപ്രേമികളെ ആവേശത്തിലാക്കി തിരുനക്കര പൂരം. വാർത്തകൾ വിശദമായി. സഹകരണ വകുപ്പിന്റെ അംഗസമാശ്വാസ നിധി 6ാം ഘട്ട ധനസഹായ വിതരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നടന്നു. സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം നിർവഹിച്ചു. 405 ഗുണഭോക്താക്കൾക്ക് 91,30,000 രൂപയാണ് വിതരണം ചെയ്തത്. സഹകരണ മേഖലയിൽ ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായതായി സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ അംഗസമാശ്വാസ നിധി 6ാം ഘട്ട ധനസഹായ വിതരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നിക്ഷേപ വായ്പാ രംഗങ്ങളിൽ വൻ പുരോഗതി പിന്നിട്ട വർഷക്കാലം ഉണ്ടായി. ഇരു മേഖലകളിലും കേരള ബാങ്ക് ഇന്ത്യയിലെ 1ാമത്തെ സഹകരണ ബാങ്കായി മാറി. ന്യൂ ജനറേഷൻ ബാങ്കുകളോട് മത്സരിക്കാൻ പ്രാപ്തമായ രീതിയിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഇന്ന് സഹകരണ ബാങ്കുകളിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരള ബാങ്ക് നമുക്ക് സംസ്ഥാനത്ത് പൊതുവെടുക്കുമ്പോൾ ഇന്ത്യയിലെ 1ാമത്തെ സഹകരണ ബാങ്കായി കേരള സംസ്ഥാന സഹകരണ ബാങ്ക് വായ്പയിലും നിക്ഷേപത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന സന്തോഷ വാർത്തയാണ് അതിലൊന്ന്. ഇപ്പോൾ ഏതാണ്ട് 50,000 കോടി രൂപയിലധികം, വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 50,600 കോടി രൂപ കേരള ബാങ്കിൻ്റെ ലോൺ ഔട്ട്സ്റ്റാൻഡിംഗ് ആയി. 45 ബാങ്കാണ് കേരളത്തിലുള്ളത്. ആ 45 ബാങ്കുകളിൽ 5 ബാങ്കുകൾക്ക് ഈ സൗകര്യം ഉണ്ടായിരുന്നു. അതിലൊന്ന് SBI ആണ്, 2 കാനറ ബാങ്കാണ്, 3 നമ്മുടെ കേരള ബാങ്കാണ്, 4 HDFC ആണ്, 5 ഈ രംഗത്ത് പ്രധാനമായും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കുകൾ കൂടിയായിട്ടുള്ള നമ്മുടെ പെടാത്ത ഫെഡറൽ ബാങ്ക് കൂടിയാണ്. സംസ്ഥാന സഹകരണ യൂണിയൻ ഡയറക്ടർ KM രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടിക്കര മുഖ്യപ്രഭാഷണം നടത്തി. സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളിൽ ഗുരുതര രോഗങ്ങൾ ബാധിച്ചവർക്കും ശസ്ത്രക്രിയകൾക്ക് വിധേയരായവർക്കും വാഹനാപകടത്തിൽപ്പെട്ട് ശയ്യാവലംബരായവർക്കും മാതാപിതാക്കൾ മരിച്ചുപോയ സാഹചര്യത്തിൽ അവർ എടുത്ത വായ്പയ്ക്ക് ബാധ്യതപ്പെട്ട പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും ധനസഹായം നൽകുന്നതിനായി രൂപീകരിച്ച പദ്ധതിയാണ് അംഗസമാശ്വാസ നിധി. അംഗസമാശ്വാസ നിധിയുടെ 6ാം ഗഡുവായി ജില്ലയിൽ ഇത്തവണ 405 ഗുണഭോക്താക്കൾക്കായി 78 സംഘങ്ങളിലൂടെ 91,30,000 രൂപയാണ് ധനസഹായമായി വിതരണം ചെയ്തത്. ചടങ്ങിൽ കോട്ടയം DCH വൈസ് പ്രസിഡന്റ് KN വേണുഗോപാൽ, കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, ചങ്ങനാശ്ശേരി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് ബെജു K ചെറിയാൻ, സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ ജയമ്മ പോൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് ലാഭവിഹിതം ഇല്ലാത്ത അവസ്ഥയാണുള്ളതെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. പോഷക സമൃദ്ധി മിഷന്റെ ആഭിമുഖ്യത്തിൽ ഇളംകുളത്ത് നടന്ന കാർഷികോത്സവ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോഷക സമൃദ്ധി മിഷന്റെ ആഭിമുഖ്യത്തിൽ കൃഷി സമൃദ്ധി പഞ്ചായത്തായ എലിക്കുളത്ത് കാർഷികോത്സവ് 2025 സംഘടിപ്പിച്ചു. കൃഷിയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കി പോഷക സമൃദ്ധമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ. ഇളംകുളം സെന്റ് മേരീസ് പാരിഷ് ഹാളിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് കാർഷികോത്സവ് 2025 ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയുടെ ഉത്തേജനമാണ് ഏത് വികസന പ്രവർത്തനത്തിന്റെയും അടിസ്ഥാനമെന്ന് ഡോക്ടർ N ജയരാജ് പറഞ്ഞു. വിലയിൽ കൃത്യതയില്ലാത്തത് കാർഷിക മേഖലയിലെ പ്രധാന പ്രശ്നമാണ്. കൃഷിക്കാർക്ക് ലാഭവിഹിതമില്ലാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും ഡോക്ടർ N ജയരാജ് കൂട്ടിച്ചേർത്തു. ഈ കർഷകർക്ക് ലാഭവിഹിതം ഉത്പാദന ലാഭവിഹിതം എല്ലാ മേഖലയിലും ഒരു മുട്ടുസൂചി നിർമ്മിക്കുന്ന ഉത്പാദനം പോലും ഉൽപ്പന്നത്തിന്റെ ലാഭവിഹിതം കിട്ടുന്ന ഒരു സമ്പ്രദായം ഉള്ളപ്പോൾ കാർഷിക മേഖലയിലെ കൃഷിക്കാരൻ മാത്രം അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭവിഹിതം ഇല്ലാതെ പോവുക. ഇപ്പോൾ റബ്ബറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ റബ്ബറിൻ്റെ കാര്യത്തിൽ RTS മുഖേനയുള്ള സംവിധാനത്തിലൂടെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന ആളുകൾക്ക് കൃത്യമായി രജിസ്റ്റർ കിട്ടുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വാഴക്കൊല ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ കമ്പോളത്തിൽ വന്നു കഴിയുമ്പോൾ ലാഭം മുഴുവൻ കൃഷിക്കാരൻ കിട്ടുന്ന ബാക്കി എല്ലാവർക്കും കിട്ടുന്നു. മാനുഫാക്ചറിങ് മേഖലയിൽ ഉൽപ്പാദനം കിട്ടാതെ പോകുന്ന ആ കാർഷിക ലാഭവിഹിതം അത് കിട്ടാൻ
ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ഫോമുല തയ്യാറാക്കിയാൽ അത് കൃത്യമായ സംവിധാനത്തിലൂടെ കൃഷിക്കാരനെ വിറ്റഴിക്കാൻ സംവിധാനമുണ്ടെങ്കിൽ സ്വാഭാവികമായി തന്നെ അവന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ലാഭവിഹിതമുള്ള രാഷ്ട്രീയ യഥാർത്ഥത്തിൽ അതിനകത്ത് മുമ്പോട്ട് വെച്ചാൽ അതിലൂടെ പ്രാവർത്തികമായി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ കർഷകന് ലാഭമുണ്ടാക്കാൻ കഴിയൂ എന്ന് അധ്യക്ഷനായിരുന്ന മാണി സി കാപ്പൻ MLA പറഞ്ഞു. കൃഷിയെ സംബന്ധിച്ചിടത്തോളം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിലൂടെ കർഷകന് ലാഭം ഉണ്ടാക്കാൻ കഴിയൂ. കേരളത്തെ സംബന്ധിച്ച് ഇല്ലാത്തൊരു കാര്യം പലപ്പോഴും നിയമസഭയിൽ ഞാൻ പറയുകയും ആവശ്യപ്പെടുകയും പാലായിൽ അതിൻ്റെ 15 ഏക്കർ സ്ഥലം വരെ കണ്ടെത്തുകയും പിന്നീട് പ്രവർത്തനം തിരിച്ചു പോവുകയും ചെയ്തതായ ഒരു 10,000 ടണ്ണിൻ്റെ കോൾഡ് സ്റ്റോറേജ്, ഒരു ഫുഡ് പാർക്ക് ഉണ്ടായാൽ ഈ പാലാ നിയോജകമണ്ഡലത്തിലെ കൃഷി ലാഭകരമായി വരും എന്നത് സംശയമില്ല. കാരണം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉത്പാദിപ്പിക്കണമെങ്കിൽ റോ മെറ്റീരിയൽ അതിലുണ്ടായിരിക്കും. ഇപ്പോൾ പുറത്ത് മാർക്കറ്റ് ഇറങ്ങാൻ സാധനം വാഴച്ചുണ്ടും പയറും, വാഴപ്പിണ്ടിയും പയറും. ഇത് ടെട്രാപാക്കിലാക്കി കയറ്റി അയച്ചാൽ 1 വർഷം വരെ ഒരു കേടുകൂടാതിരിക്കും. കുക്ക് ചെയ്തായിരിക്കും. ഓൺലൈൻ വ്യാപാരത്തെ കൂടുതലായി ആശ്രയിക്കുകയാണ് പുതുതലമുറയെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ പറഞ്ഞു. നമ്മുടെ ഒരു സംസ്കാരം അനുസരിച്ച് നമ്മളെല്ലാം ബ്രാൻഡഡ് സാധനങ്ങളിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറ അവർക്ക് ഓൺലൈൻ വഴി കിട്ടുന്ന സാധനങ്ങൾ വീട്ടിലേക്ക് നിർത്തി അതിനനുസരിച്ചുള്ള ആഹാരം കഴിക്കുക എന്നുള്ള ഒരു പ്രവണതയിലേക്ക് പോകുന്നു. അതിനനുസരിച്ച് നമ്മൾ രോഗങ്ങളിലേക്ക് മാറുന്നു. അപ്പോൾ ആശുപത്രിയിൽ കൂടുതൽ തിരക്കുണ്ടാകുന്നു. പുതിയ പുതിയ രോഗങ്ങൾ നമ്മളെ കാർന്നിരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തുന്നതിനാണ് ഗവൺമെൻറ് മുൻകൈ എടുത്തുകൊണ്ട് ഇതുപോലുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുന്നത്. പാമ്പാടി ബ്ലോക്ക് പ്രസിഡന്റ് ബെറ്റി റോയ് കാർഷിക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. എലിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോട്ട് പോഷക പലഹാര പാചക മത്സരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജസി ഷാജൻ, TN ഗിരീഷ് കുമാർ, ജോസ്മോൻ മുണ്ടക്കൽ, എലിക്കുളം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ S ഷാജി, വൈസ് പ്രസിഡന്റ് സൂര്യമോൾ, പ്രൊഫസർ MK രാധാകൃഷ്ണൻ, ഷേർലി അന്ത്യാംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. കാർഷികോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാർഷിക പ്രദർശനം ഏറെ ആളുകളെ ആകർഷിച്ചു. ഇളംകുളം കാർഷിക വിപണി, ഭൂമിക കൃഷിക്കൂട്ടം എന്നിവയുടെ സ്റ്റാളുകൾ ശ്രദ്ധേയമായി. കോഴയിലെ ജില്ലാ കൃഷിത്തോട്ടത്തിന്റെയും സ്റ്റാൾ ഒരുക്കിയിരുന്നു. വിവിധ തരത്തിലുള്ള ചെടികൾ, ബോഗൺവില്ലകൾ, പ്ലാവ്, കമുക്, ഏലം തൈകൾ എന്നിവയും ചക്ക, വിവിധങ്ങളായ കറിപ്പൊടികൾ, ഐസ്ക്രീമുകൾ, ചോക്ലേറ്റുകൾ, വെളിച്ചെണ്ണ, കൈതച്ചക്ക, രക്തശാലി അരി, തേൻകൂടുകൾ തുടങ്ങി വിവിധങ്ങളായ സാധനങ്ങളുടെ പ്രദർശനവും വിപണനവും മേളയിൽ ഒരുക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ കോട്ടയത്ത് വൻ നാശനഷ്ടം. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും നിലംപതിച്ചു. 10 വീടുകൾ തകർന്നു. ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത വേനൽ മഴയിൽ കോട്ടയത്ത് വൻ നാശനഷ്ടം. കനത്ത കാറ്റിലും മഴയിലും നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും മരം കടപുഴകി വീണ് പ്രധാന റോഡുകളിൽ ഗതാഗത തടസ്സമുണ്ടായി. 10 വീടുകൾക്ക് നാശമുണ്ടായി. കോട്ടയം തുരുത്തേൽപ്പാലം ജംഗ്ഷന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനോട് ചേർന്നുള്ള തണൽ മരവും തൊട്ടടുത്ത വീട്ടിലെ ചാമ്പം മരവും റോഡിലേക്ക് കടപുഴകി വീണ് ഭാരത് ആശുപത്രിയിലെ നഴ്സിന് പരിക്കേറ്റു. മാങ്ങാനം കോയിക്കൽ പാർവതിക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോട്ടയത്ത് വൈകിട്ട് 7 മണി മുതൽ 7:30 വരെ 55 മില്ലിമീറ്റർ മഴ പെയ്തു. ഈസ്റ്റ് വൈദ്യുതി സെക്ഷൻ പരിധിയിൽ മരം വീണ് 9 പോസ്റ്റുകൾ ഒടിഞ്ഞു. കഞ്ഞിക്കുഴി, ഈരയിൽക്കടവ്, ഇറഞ്ഞാൽ, പുത്തേട്ട്, പുളിക്കച്ചിറ റബ്ബർ ബോർഡ് ഭാഗം, കൊശമറ്റം കവലയ്ക്ക് സമീപം എന്നിവിടങ്ങളിലാണ് 11 kV പോസ്റ്റുകൾ ഒടിഞ്ഞത്. ഈ ഭാഗങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. വൈദ്യുതി മുടങ്ങി. റെയിൽവേ ഗുഡ് ഷെഡ്, ശാസ്ത്രി റോഡ് ഭാഗങ്ങളിൽ വൈദ്യുതി കമ്പിയിലേക്ക് മരം വീണു. സെൻട്രൽ സെക്ഷൻ പരിധിയിലും പലയിടങ്ങളിലും പോസ്റ്റുകൾ ഒടിഞ്ഞ് വൈദ്യുതി മുടങ്ങി. വേളൂർ ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം മരം വീണ് പോസ്റ്റുകൾ ഒടിഞ്ഞു. മണ്ണാന്തറ ഭാഗത്ത് മരം വീണ് പോസ്റ്റ് ഒടിഞ്ഞു. മിന്നലിൽ മറിയപ്പള്ളി കുരിശിങ്കൽ റിച്ചാർഡിന്റെ വീടിന്റെ മേൽക്കൂര നശിച്ചു. ആസ്ബസ്റ്റോസ് ഷീറ്റ് തകർന്നു. കോട്ടയം നഗരത്തിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലാണ് കാറ്റ് വീശിയത്. കുമരകത്ത് മണിക്കൂറിൽ 47 കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടായി. കമുക് വീണ് പാറപ്പാടത്ത് റഫിയ ഉമ്മയുടെ വീടിന് നാശമുണ്ടായി. മുഞ്ഞനാട്ട് പുരയിടത്തിലെ ആഞ്ഞിലി വീണ് സമീപത്തെ വീടിന് നാശമുണ്ടായി. പുളിനാക്കൽ അനിൽ പ്രകാശിന്റെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ചിങ്ങവനം പോളച്ചിറ 37-ാം വാർഡിൽ പുത്തൻപുരയിൽ ജെയ്സൺ ജേക്കബിന്റെ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായി തകർന്നു. വൈദ്യുതോപകരണങ്ങളും ഗൃഹോപകരണങ്ങളും നശിച്ചു. താഴത്തങ്ങാടി ജുമാ മസ്ജിദിന് സമീപം പറമ്പിൽ ഇബ്രാഹിമിന്റെ വീടിന് മുകളിലേക്ക് സമീപത്തെ പ്ലാവ് ഒടിഞ്ഞു വീണു. കുടുംബം നോമ്പ് തുറന്നതിനു ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടം. വീടിന് സാരമായി കേടുപാട് സംഭവിച്ചു. വീട്ടിൽ കുടുങ്ങിപ്പോയ ഇബ്രാഹിമിനെ നാട്ടുകാർ പുറത്തെത്തിച്ചു. കൊല്ലാട്, പാറക്കൽക്കടവ്, ചുങ്കം, തിരുവാതുക്കൽ തുടങ്ങിയ വിവിധയിടങ്ങളിൽ മരം വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
ആവേശത്തിരയിളക്കി തിരുനക്കര പകൽപൂരം. ഗജവീരന്മാരും പഞ്ചാരിമേളവും തിരുനക്കര മഹാദേവ ക്ഷേത്ര മൈതാനം കീഴടക്കിയപ്പോൾ പൂരപ്രേമികളുടെ ആവേശവും വാനോളം ഉയർന്നു. ആവേശം വാനോളമുയർത്തി തിരുനക്കരയിലെ പൂരം. ലക്ഷണമൊത്ത ഗജവീരന്മാർ മുഖാമുഖം അണിനിരന്നു. നാദപ്രപഞ്ചം തീർത്ത് പഞ്ചാരിമേളം. എല്ലാം കൊണ്ടും പൂരപ്രേമികളുടെ ആവേശം അണപൊട്ടി. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ 7ാം നാളായിരുന്നു പ്രസിദ്ധമായ തിരുനക്കര പൂരം. കിഴക്കേ ഗോപുരനട വഴി ഗജവീരന്മാരുടെ കടന്നുവരവായിരുന്നു ആദ്യം. ജനസാഗരത്തിന്റെ നടുവിലൂടെ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്ത് കൊമ്പ് കുലുക്കിയായിരുന്നു ഗജവീരന്മാരുടെ വരവ്. കന്നഡ സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവം സമ്മാനിച്ചവൻ, കനകം തോൽക്കുന്ന കാന്തിയുമായി കൈലാസനാഥന്റെ ചാലെ അവതാരമാകുന്നവൻ, തിരുനക്കര ദേവരെയും തിരു ഏറ്റുമാനൂരപ്പനെയും തിരുവൈക്കത്തപ്പനെയും സേവിക്കുവാൻ നിയോഗം എന്നെന്നും കിട്ടിയവൻ, മീനച്ചിലാവിന്റെ കുണ്ടോളങ്ങളിൽ നീരാടുന്ന ഏറ്റുമാനൂർ ദേവരുടെ എണ്ണം പറഞ്ഞ ആറാട്ടുപീഠം, കിഴക്കോട്ടെഴുന്നള്ളുന്ന തിരുവൈക്കത്തപ്പനും മകനും അകതാരിൽ നിത്യ സേവ ചെയ്യുന്നവൻ, സത്യമൂർത്തിയായ തൃക്കടങ്ങൂരപ്പന് വെള്ളിവേലി വഴിപാട് സമർപ്പിച്ചവൻ. ക്ഷേത്ര മൈതാനത്തിന് ഇരുവശവും 11 വീതം ഗജവീരന്മാരാണ് അണിനിരന്നത്. 21 ആനകളും അണിനിരന്ന ശേഷം തിരുനക്കര തേവരുടെ സ്വർണ്ണത്തിടമ്പേറ്റി തൃക്കടവൂർ ശിവരാജു കിഴക്കേ ഗോപുരനട കടന്നെത്തിയതോടെ ആവേശം വിണ്ണോളം ഉയർന്നു. പടിഞ്ഞാറൻ ചേരുവാരത്തിൽ തൃക്കടവൂർ ശിവരാജുവും കിഴക്കൻ ചേരുവാരത്തിൽ ഭഗവതിയുടെ തിടമ്പേറ്റി പാമ്പാടി രാജനും എഴുന്നള്ളി നിന്നു. ചരിത്രപ്രസിദ്ധമായ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂരമഹോത്സവം സമാരംഭിക്കുകയാണ്. ഇവിടെ ബഹുമാന്യ തന്ത്രി തിരുവനന്തപുരം പെരുമനം കുട്ടന്മാരാരുടെ പ്രാമാണിത്വത്തിലായിരുന്നു പഞ്ചാരിമേളം. തിങ്കളാഴ്ച ആറാട്ടോടെ തിരുവുത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവാർപ്പ് മാടേക്കാട് പാടശേഖരത്തെ നെല്ല് സംഭരണം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി നെൽകർഷക സംരക്ഷണ സമിതി. ഈ ആവശ്യം ഉന്നയിച്ച് കോട്ടയത്ത് പാടി ഓഫീസിന് മുന്നിൽ കർഷകർ പ്രതിഷേധിച്ചു. കോട്ടയം തിരുവാർപ്പ് മാടേക്കാട് പാടശേഖരത്തിൽ നെല്ല് സംഭരണം മുടങ്ങി. പാടി മാർക്കറ്റിംഗ് ഓഫീസറുടെയും മില്ല് ഏജന്റിന്റെയും സാന്നിധ്യത്തിൽ മില്ലുടമകൾ 22 കിലോ കിഴിവാണ് നെല്ല് സംഭരണത്തിനായി ആവശ്യപ്പെട്ടത്. കൂടാതെ കുറിച്ചി കൃഷിഭവന്റെ പരിധിയിലുള്ള 2 പാടശേഖരങ്ങളിലും നെല്ല് സംഭരണം പാതി വഴിയിലാണ്. കർഷകർ അനുഭവിക്കുന്ന ദുരിതം കൃഷിവകുപ്പ് മന്ത്രിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനായി നെൽകർഷക സംരക്ഷണ സമിതി പ്രക്ഷോഭം നടത്തിവരികയാണ്. കോട്ടയത്ത് പാടി ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധം VJ ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു. ഏജന്റന്മാർ കഴുകന്മാരെ പോലെ മഴ വരുന്നതും നോക്കി പേടിപ്പിച്ച് കർഷകനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് ഈ നെല്ലടിച്ചു മാറ്റാനുള്ള ശ്രമം നടത്തുന്നത് ഭീകരമാണ്. ഈ കേരളത്തിലെ ഒരു കാർഷിക മേഖലയിലും ഉണ്ടാകാത്ത ഭീകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. നെൽ കർഷകൻ ഇതിൽ നിന്നും പിന്മാറാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അവ അത്തരത്തിൽ ഉള്ള സമീപനം സ്വീകരിക്കുന്ന സർക്കാർ, ജില്ലാ ഭരണകൂടങ്ങൾ, സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാർ അടക്കമുള്ള ആളുകൾ
ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അടിയന്തരമായി നിങ്ങളുടെ കാശ് നോക്കാതെ, വരുമാനം നോക്കാതെ, മറ്റു തരത്തിൽ കിട്ടേണ്ടുന്ന വരുമാനം നോക്കാതെ കർഷകന് വേണ്ടി നിൽക്കാൻ തയ്യാറാവണം എന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അജയകുമാർ ഇട്ടുരത്തിൽ, കൃഷ്ണമൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അപകടാവസ്ഥയിലായിരുന്ന കോട്ടയത്തെ നാട്ടകം പാറേച്ചാൽ ജെട്ടി പൊക്കുപാലം തകർന്നു വീണു. കോട്ടയം ആലപ്പുഴ ജലപാതയിലാണ് പാലം. നാട്ടകം പാറേച്ചാലിനെയും കോട്ടയത്തെയും ബന്ധിപ്പിച്ചുള്ള മീനച്ചിലാറിനോട് ചേർന്നുള്ള പാലം നൂറുകണക്കിന് ആളുകളുടെ സഞ്ചാരമാർഗമായിരുന്നു. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് ഓഡിറ്റോറിയം ബ്ലോക്കിന്റെ ശിലാസ്ഥാപനം നടന്നു. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വർക്ക്ഷോപ്പ് ഓഡിറ്റോറിയം ബ്ലോക്കിന്റെ ശിലാസ്ഥാപനവും നിർമ്മാണ ഉദ്ഘാടനവും നടന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. മാണി കാപ്പൻ MLA അധ്യക്ഷനായിരുന്നു. ശിലാഫലകം അനാച്ഛാദനവും MLA നിർവഹിച്ചു. നഗരസഭാധ്യക്ഷൻ തോമസ് പീറ്റർ, വാർഡ് കൗൺസിലർ സതീഷ് ശശികുമാർ, RDTE ജോയിന്റ് ഡയറക്ടർ സോളമൻ PA, പ്രിൻസിപ്പൽ റീനു ബി ജോസ്, PTA വൈസ് പ്രസിഡന്റ് സന്തോഷ് MR, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി സ്റ്റെനിഫൻ ബെന്നെ, ജനറൽ കൺവീനർ ബിനു PR തുടങ്ങിയവർ പ്രസംഗിച്ചു. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് മികവ് പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഓഡിറ്റോറിയം ബ്ലോക്കും വർക്ക്ഷോപ്പും നിർമ്മിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം താഴത്തങ്ങാടി കൊച്ചേട്ട് വീട്ടിലെ കൂറ്റൻ ഇലഞ്ഞിമരത്തിനും വീട്ടുകാർക്കും ആദരം. വൃക്ഷമുത്തശ്ശിയെ പരിപാലിച്ച KJ ജേക്കബ് കൊച്ചേട്ട്, ഭാര്യ LC എന്നിവർക്ക് OISCA ഇന്റർനാഷണൽ കോട്ടയം ചാപ്റ്റർ വനദിനത്തിൽ വൃക്ഷമുത്തശ്ശി സംരക്ഷക അവാർഡ് നൽകി. കോട്ടയം താഴത്തങ്ങാടി കൊച്ചേട്ട് വീട്ടിലെ കൂറ്റൻ ഇലഞ്ഞിമരത്തിനും വീട്ടുകാർക്കും ലോക വനദിനത്തിൽ ആദരം. ജപ്പാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയായ OISCA ഇന്റർനാഷണൽ കോട്ടയം ചാപ്റ്ററിന്റെ വൃക്ഷമുത്തശ്ശി സംരക്ഷക അവാർഡ് താഴത്തങ്ങാടി സ്വദേശികളായ KJ ജേക്കബ് LC ദമ്പതികൾക്ക് സമ്മാനിച്ചു. ലോക വനദിനമായ ഇന്ന് രാവിലെ വൃക്ഷമുത്തശ്ശി തണലിൽ വെച്ച് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അവാർഡ് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ വീടുകളിൽ നമുക്ക് കുട്ടിവനം അതുണ്ടാക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട, ഒരു ചെറിയ സ്ഥലം മതി. അവിടെ നമുക്ക് ഈ ഇനങ്ങളെല്ലാം കൂടി ചേർത്ത് നെല്ലി ഞാൻ ഒന്നുകൂടെ പറയാൻ പറ്റും, ഒരു നെല്ലിയാണ് അതിനകത്തെ. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്കൊരു കോമ്പിനേഷൻ ഉണ്ട്. ആ കോമ്പിനേഷൻ സത്യം പറഞ്ഞാൽ പരിസ്ഥിതിക്ക് വളരെ ഗുണമാണ് എന്നാണ് ശാസ്ത്രജ്ഞനായ ആളുകൾ പറയുന്നത്. നമുക്കൊരു ശാസ്ത്രബോധം ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കാർക്കും പറയാൻ പറ്റിയില്ല, പക്ഷേ ഇവർക്ക് അതൊക്കെ പറയാൻ പറ്റും. പ്രസിഡന്റ് AP തോമസ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ ബിന്ദു സന്തോഷ് കുമാർ, സാജൻ ഗോപാലൻ, ജേക്കബ് പണിക്കർ, സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഈ ഇലഞ്ഞിക്ക് 300-നും 400-നും ഇടയിൽ പ്രായമുണ്ടെന്ന് വനം വകുപ്പ് പീച്ച് ഗവേഷണ കേന്ദ്രം കഴിഞ്ഞ വർഷം സാക്ഷ്യപ്പെടുത്തിയിരുന്നു. തന്റെ പിതാവ് ഈ ഭൂമി വാങ്ങുമ്പോൾ തന്നെ ഇലഞ്ഞി ഉണ്ടായിരുന്നെന്നും അത് വെട്ടരുതെന്ന് പിതാവ് പറഞ്ഞിരുന്നതായും ജേക്കബ് പറയുന്നു. വാങ്ങിക്കുന്ന ഈ സ്ഥലം അന്ന് തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു 2/3 സൈസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്ര വലുതായി. 300 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്, അത് കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ഫോറസ്റ്റ് റിസർച്ചുകാർ പറയുന്നത്. അവർ നോക്കിയിട്ട് പറയുന്നു. അതാണ് സംഗതികൾ. 2 വർഷം മുൻപും ഈ ഇലഞ്ഞിമരം ശ്രദ്ധ നേടിയിരുന്നു. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് അന്ന് ഈ ഇലഞ്ഞിമര തണലിലിരുന്നാണ് തന്റെ കവിത ആലപിച്ചു കേട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പുരുഷന്മാരായ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പ്രായപരിധി 20-നും 50-നും മധ്യേ. ഉദ്യോഗാർത്ഥികൾ ആധാറിന്റെ പകർപ്പ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി തയ്യാറാക്കി മാർച്ച് 29-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം. ഫോൺ 048129519398. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ യുവതി യുവാക്കൾക്ക് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി കോഴ്സിലേക്ക് സൗജന്യ പരിശീലനം നൽകുന്നു. പ്രായപരിധി 18-നും 45-നും മധ്യേ. ഏപ്രിൽ 24-ന് കോഴ്സ് ആരംഭിക്കും. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ലഭിക്കും. വിവരങ്ങൾക്ക് ഫോൺ 048123033307. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ അംഗ സമാശ്വാസ നിധി 6ാം ഘട്ട ധനസഹായം വിതരണം ചെയ്തു. 405 ഗുണഭോക്താക്കൾക്ക് 91 ലക്ഷം രൂപ നൽകി. സഹകരണ മേഖലയിൽ വൻ പുരോഗതിയെന്ന് മന്ത്രി VN വാസവൻ. പോഷക സമൃദ്ധി മിഷന്റെ കാർഷികോത്സവം ഇളങ്കുളത്ത്. കാർഷിക പ്രദർശനം ശ്രദ്ധ നേടി. മണ്ണിൽ പണിയെടുക്കുന്ന കൃഷിക്കാർക്ക് ലാഭവിഹിതമില്ലാത്ത അവസ്ഥയെന്ന് ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. വേനൽ മഴയിൽ കോട്ടയത്ത് കനത്ത നാശനഷ്ടം. 11 വീടുകൾക്ക് നാശം. ശക്തമായ കാറ്റിൽ മരങ്ങളും വൈദ്യുതി പോസ്റ്റുകളും നിലംപൊത്തി. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം അവസാന ദിവസങ്ങളിലേക്ക്.
പൂരപ്രേമികളെ ആവേശത്തിലാക്കി തിരുനക്കര പൂരം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.